നിരീക്ഷണവും യുക്തിനിഷ്ഠമായ ചിന്തനവും. സയൻസ് ഇസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, എവറിഥിങ് എൽസ് ഇസ് ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇത് ശാസ്ത്രമാത്രവാദം എന്ന് കളിയാക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ശാസ്ത്രം മാത്രമാണ് സാധുവായ അറിവിനുള്ള മാർഗം എന്ന് അംഗീകരിക്കുന്നവനാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ, യുക്തിവാദി. നിർഭാഗ്യവശാൽ കേരളത്തിലെ യുക്തിവാദികളിൽ ചിലർക്ക് ശാസ്ത്രത്തിലല്ല പ്രത്യയശാസ്ത്രത്തിലാണ് താല്പര്യം. എന്തുകൊണ്ടാണ് നിങ്ങൾ ശാസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന ചോദ്യം വരുന്നത്? കാരണം പ്രത്യയശാസ്ത്രം ധരിപ്പിക്കപ്പെടുമ്പോൾ ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നില്ല. കേരളത്തിലെ ശീലം അതാണ്. ഇത് ഇന്ന് ഇതേ ദിവസം വേറൊരു ജില്ലയിൽ നടക്കുന്ന ഒരു യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഒരു പരിപാടിയുടെ ഒരു ക്ലാസിന്റെ നോട്ടീസാണ്. 16/2/14 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്. വിഷയം വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പ്രപഞ്ചവീക്ഷണം. ഇത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർക്കായി പഠനശാസ്ത്രം നടത്തുകയാണ്. ജാതിമത വർഗീയ ശക്തികൾ ശാസ്ത്രയുക്തി ചിന്തകൾക്കെതിരാണ്, എന്നാൽ അവർ ആശയപ്രചരണത്തിന് ശാസ്ത്രനിഷ്ഠം ഉപയോഗിക്കുകയും ചെയ്യുന്നു. യുക്തിവാദികളിൽ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുടെ ദൃഢത കൈവരിക്കേണ്ടതും നവീകരിക്കേണ്ടതും പഠന ക്ലാസ് നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാചകയാണ് ആദ്യ ക്ലാസ് പ്രത്യയശാസ്ത്ര ദൃഢത കാണുന്നതാണ്. ഇതാണ് ചോദ്യം. പ്രത്യയശാസ്ത്ര ദൃഢത, ഐഡിയോളജി എന്നുള്ള സാധനം സ്വതന്ത്രം എന്തൊക്കെ ആവശ്യമുണ്ടോ? ഇത് ഒരു ചാപ്റ്റർ ബി ആണ്. ഒരു ചെറിയ കാര്യം കൂടിയാണ്. ഇതൊന്നും പറയിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. അതാണ് യുക്തിവാദികൾക്ക് നമുക്ക് ശാസ്ത്രമാണ് വേണ്ടത്, പ്രത്യയശാസ്ത്രമല്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐഡിയോളജി എന്താണ്? ഐഡിയോളജികൾ എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ 19-20 നൂറ്റാണ്ടുകളിലെ സൃഷ്ടികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഐഡിയോളജി എന്നത് മതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മതം നമുക്ക് പറ്റില്ല, പ്രത്യയശാസ്ത്രം നമുക്ക് പറ്റും എന്നാണ് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരിൽ വലിയൊരു വിഭാഗവും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രത്യയശാസ്ത്രങ്ങൾ എന്നത് ഒരു സാമാന്യേന പറഞ്ഞാൽ ഒരു സമീപകാല ഒരു ഫിനോമിനനാണ്. മതവിശ്വാസങ്ങൾക്ക് ഇളക്കം തട്ടുകയും മതേതരത്വം വ്യാപിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന കാലത്തിന്റെ വിശ്വാസ പ്രസ്ഥാനങ്ങളാണ് പ്രത്യയശാസ്ത്രങ്ങൾ. ഇതും വിശ്വാസ പ്രസ്ഥാനമാണ്. ഈ കാലഘട്ടത്തിന്റെ വിശ്വാസ പ്രസ്ഥാനമാണ് പ്രത്യയശാസ്ത്രം. ഈ ഒരു 500 വർഷത്തിനിടയിൽ മനുഷ്യന്റെ ഓണ്ടോളജിയിൽ നമ്മുടെ ഓണ്ടോളജിയിൽ ഉണ്ടായ പ്രധാനമായൊരു വ്യതിയാനം ദൈവം എന്ന സങ്കല്പം നഷ്ടപ്പെട്ടതാണ് എന്ന് പറയും. സീൻ കരോൾ പറഞ്ഞതാണ്. 500 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഓണ്ടോളജിക്കൽ ചേഞ്ച് അതാണ്. ദൈവം എന്നുള്ള സംഗതി അത് ടീനബിൾ അല്ല എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് വെച്ച് വല്ലാണ്ട് നീങ്ങാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായി. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഉണ്ടായി വന്ന പുതിയ വിശ്വാസ പ്രസ്ഥാനമാണ് പ്രത്യയശാസ്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മതവും പ്രത്യയശാസ്ത്രവും രണ്ടും ഒരേ സമയത്ത് ട്രൂത്തിനെ കുറിച്ചും കോണ്ടക്റ്റിനെ കുറിച്ചും നമ്മുടെ സത്യത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന സമ്പൂർണ്ണ വ്യവസ്ഥകളാണ്. ഇത് മതത്തെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില മതങ്ങൾ ഞങ്ങളുടെ മതം ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയാണ് എന്ന് പല മതങ്ങളും പറഞ്ഞേക്കാം. അതായത് അത് ലോകത്തിന്റെ സത്യം എങ്ങനെയാണ്, പ്രകൃതിയുടെ സത്യം എന്താണ്, മനുഷ്യന്റെ പ്രകൃതി എന്താണ്, ഈ വക നേച്ചറിനെ കുറിച്ചിട്ടുള്ള ചില സത്യങ്ങൾ പറയുന്നുണ്ട്. 6 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടായി, ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന്. അതൊരു സത്യപ്രസ്താവനയാണ്, സത്യത്തെക്കുറിച്ചുള്ള ഒരു ക്ലെയിമാണ്. ഇറ്റ്സ് എ ട്രൂത്ത് ക്ലെയിം. ഇതാണ് ഒരു ഭാഗം. വേറൊരു ഭാഗം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ധർമ്മങ്ങളാണ്. 5 നേരം നമസ്കരിക്കുക അല്ലെങ്കിൽ ഏത് തരത്തിലാണെന്നുള്ളത്. ഇത് മതങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഇത് തന്നെ പ്രത്യയശാസ്ത്രങ്ങളും ചെയ്യുന്നത്. പ്രത്യയശാസ്ത്രങ്ങളും ഇതുപോലെ തന്നെ സത്യത്തെക്കുറിച്ചുള്ള അവരുടെ ചില ധാരണകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നാസിസം എടുക്കുകയാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. ഒരു ആര്യൻ സുപ്രീമസി, ആര്യന്മാരുടെ രക്തം വളരെ വിശുദ്ധമാണ്, അവർക്ക് ചില കഴിവുകളുണ്ട്, അവർ സുപ്രീം ആയിട്ടുള്ള ഒരു റേസ് ആണ് എന്നുള്ളത് അവരുടെ ഒരു ട്രൂത്ത് ക്ലെയിമാണ്. ഇതാണ് ഒരു മനുഷ്യ പ്രകൃതിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ പെരുമാറ്റങ്ങൾ അംഗീകരിക്കണം, ഇതുപോലെ ആവരുത്. നിങ്ങൾ കറുത്ത വർഗ്ഗക്കാരുമായി നിങ്ങൾ സൗഹൃദങ്ങൾ പാടില്ല. ദ റിസൾട്ട് എ ലോസ് ഓഫ് റേഷ്യൽ പ്രൈഡ്. ഹിറ്റ്ലറുടെ കാലത്ത് വന്നിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഈ രീതിയിലുള്ള സൗഹൃദങ്ങൾ പാടില്ല. ഏതുപോലെയാണിത്? മതങ്ങളുടെ പോലെ തന്നെയാണ്. മതങ്ങൾ ഒരു ട്രൂത്ത് ക്ലെയിം പറയുന്നു, മതങ്ങൾ ചില പെരുമാറ്റ സംഹിതകൾ പറയുന്നു. പ്രത്യയശാസ്ത്രങ്ങളും പറയുന്നത് തന്നെയാണ്. ദേ ഹാവ് ട്രൂത്ത് ക്ലെയിംസ്, ദേ ടെൽ യു ഹൗ ടു കണ്ടക്ട് യുവർ ലൈഫ്. മതവും പ്രത്യയശാസ്ത്രവും പങ്കിടുന്ന മറ്റൊരു പ്രമേയമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നുള്ളത്. ചില മതങ്ങൾ, ചില ആൾക്കാർ, ചില വർഗങ്ങൾ, ചില ഗ്രൂപ്പുകൾ പ്രത്യേക അവകാശങ്ങളുള്ളവരാണ്. അത് ജൂതന്മാരാവാം, ബ്രാഹ്മണന്മാരാവാം, പ്രോലറ്റേറിയറ്റ് ആവാം. അവരാണ് വിമോചകരായി വരുന്നത്. ഇവിടെയാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് മതവും പ്രത്യയശാസ്ത്രവും തമ്മിൽ. കാരണം മതത്തിന്റെ ചോസൺ പീപ്പിൾ ആവില്ല,
ഒരു മതത്തിന്റെ ചോസൻ പീപ്പിൾ ആവില്ല വേറൊരു മതത്തിന്റേത്, ഒരു മതത്തിന്റെ ആവില്ല പ്രത്യയശാസ്ത്രത്തിന്റേത്. ഇതൊരു തമാശ, ഒരു തമാശ കാണാനിടയായതാണ്. ദൈവം ഇങ്ങനെ അരിശമെന്ന് പറയാണ്, ഈ ചോസൻ പീപ്പിൾ ആര്യന്മാരല്ല, ചോസൻ പീപ്പിൾ ജ്യൂസ് ആണ് ദൈവം ദേഷ്യപ്പിടിച്ച് പറയാണ്. പക്ഷെ ഇത് സ്വതന്ത്ര ചിന്തർക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ വേറൊരു കോണ്ടക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. മതങ്ങളുടെ മാത്രമല്ല, പ്രത്യയശാസ്ത്രങ്ങളുടെയും സ്പെഷ്യൽ ഗ്രൂപ്പ് പരിഗണന സ്വതന്ത്ര ചിന്തർക്ക് സ്വീകാര്യമല്ല. നോ സ്വത്വരാഷ്ട്രീയം എന്നാണ്. ഈ സ്വത്വരാഷ്ട്രീയം നമുക്ക് സ്വീകാര്യമല്ലാത്തത് എന്തുകൊണ്ടാണ്? നേരത്തെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ സ്വത്വബോധങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തെ ഒരു പാപകളിയാക്കുന്നതെന്ന്. ഈ സ്വത്വബോധം നമുക്ക് സ്വീകാര്യമല്ലാതാവുന്നത് ഈ കാരണം കൊണ്ടാണ്. എന്താണ് കാരണം? നോ യുണീക് സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ പ്രോളിറ്ററേറ്റ് ഓർ ദളിറ്റ്സ് ഓർ വിമൻ, ദളിത് ആയാലും വിമൻ ആയാലും ഓർ എനി അതർ ചോസൻ ഗ്രൂപ്പ് ക്യാൻ ലിബറേറ്റ് ദ ഹോൾ സൊസൈറ്റി. ഇതാണ് സ്വതന്ത്ര ചിന്തയുടെ കാഴ്ചപ്പാട്. Public reason must be conceived of as a never-ending critical debate among contending interests, where the content of the argument can be judged through publicly testable experience, independently of the caste, class, gender, identity of the arguer. ഇതാണ് സ്വതന്ത്ര ചിന്തകരുടെ അടിസ്ഥാനപരമായ തിരിച്ചറിവ്. ഒരു പ്രത്യേക വർഗത്തിന്റെ അവകാശം, ഒരു പ്രത്യേക ഗ്രൂപ്പിന് മാത്രമായി സത്യത്തിന്റെ അവകാശമുള്ളതായി നമ്മൾ അംഗീകരിക്കാൻ സാധ്യല്ല. അത് സ്വതന്ത്ര ചിന്തക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. മതവും പ്രത്യയശാസ്ത്രവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം പ്രകൃതിയെയും സമൂഹത്തെയും കുറിച്ച് അഭൗതികമായ ദൈവികമായ ക്രമത്തിൽ അധിഷ്ഠിതമായ ഒരു ഭാവനയാണ് മതത്തിനുള്ളത്. പ്രത്യയശാസ്ത്രത്തിൻ്റെത് ഭൗതിക ക്രമത്തിൽ അധിഷ്ഠിതമായ ഭാവനയാണ്. അവിടെ ദൈവത്തിനൊന്നും റോളില്ല. നീതിപൂർവകമായ സമൂഹം സൃഷ്ടി എന്ന് നാസിസമോ മറ്റേത് ഒരു പ്രത്യയശാസ്ത്രമായാലും അവർ വിശ്വസിക്കുന്നതിന് അവർക്കൊരു രാഷ്ട്രീയ പരിപാടിയുണ്ട്. പലപ്പോഴും മതത്തിന് പ്രായോഗികമായ രാഷ്ട്രീയ പരിപാടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഉണ്ടാവുമ്പോഴാണ് അത് അത്രയും ഐഡിയോളജി എന്ന സംഗതിയുമായി അടുത്തു പോകുന്നത്. എന്തായിരുന്നാലും അന്ധവിശ്വാസത്തിന് തെളിവില്ലാത്ത വിശ്വാസമാണെന്ന് നമ്മൾ പറഞ്ഞു. മതവിശ്വാസവും പ്രത്യയശാസ്ത്രവും രണ്ടും അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. ഒന്ന് അഭൗതികം, മറ്റേത് ഭൗതികം, അത്രയേ ഉള്ളൂ. ഈ 4 സംഗതികളാണ് പ്രത്യയശാസ്ത്രം ഉണ്ടാവുക. മനുഷ്യാവസ്ഥയും പ്രകൃതിയെയും കുറിച്ചുള്ള വിശദീകരണ സിദ്ധാന്തം, സാമൂഹ്യ രാഷ്ട്രീയ സംഘാടനം സംബന്ധിച്ച ഒരു പരിപാടി, ഈ പരിപാടി നടപ്പിലാവാൻ പോരാട്ടം വേണമെന്ന ധാരണ, കൂറുള്ള അനുയായികളെ അണിചേർക്കൽ. ഏതൊരു പ്രത്യയശാസ്ത്രം എടുത്തു നോക്കിയാലും ഈ 4 സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. അതൊരു സിദ്ധാന്തം ഉണ്ടാവും ആദ്യം. ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ആര്യൻ സുപ്രീമസി ആയാലും ശരി, അല്ലെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിതമായ ലോകമെന്ന ധാരണയായാലും ശരി, ഒരു ആദ്യ ധാരണ മനുഷ്യാവസ്ഥയും പ്രകൃതിയെയും കുറിച്ചുള്ള വിശദീകരണ സിദ്ധാന്തം ഉണ്ടാവും. സാമൂഹ്യ രാഷ്ട്രീയ സംഘാടനം എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ചൊരു പരിപാടി ഉണ്ടാവും. ഈ പരിപാടി നടപ്പാക്കാൻ സംഘർഷം, സമരം ഇത് വേണമെന്നുള്ള ധാരണ ഉണ്ടാവും. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ചെയ്തിട്ടുള്ളതാണ്. അനുയായികളെ അണിചേർക്കുക, ഇതും പ്രത്യയശാസ്ത്രങ്ങൾ ചെയ്യുന്നതാണ്. ഇതിൽ ആദ്യത്തെ